നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പുതിയ KPCC അധ്യക്ഷൻ അധികാരമേറ്റെടുത്തതോടെ DCC പുനഃസംഘടനാ വിഷയത്തിൽ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാവുകയാണ്. 11 DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 11 DCC അധ്യക്ഷന്മാരെ മാറ്റിയാൽ കോൺഗ്രസിൽ കൂട്ടയടി നടക്കുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അടിയന്തര പ്രാധാന്യത്തോടെ DCCകൾ പുനഃസംഘടിപ്പിക്കേണ്ടി വരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 10 മാസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് DCCകൾ പുനഃസംഘടിപ്പിച്ച് എല്ലാ കമ്മിറ്റികളും പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ അത് വലിയ ഒരു ടാസ്ക് തന്നെയായിരിക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCയും കരുതുന്നത്. പക്ഷേ ഈ DCC പ്രസിഡന്റുമാരെ മാറ്റാതെ എങ്ങനെ DCC പുനഃസംഘടന നടക്കും? അതുമാത്രം കോൺഗ്രസിലെ ആർക്കും മറുപടി പറയാൻ പറ്റുന്നില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഇത്രയും ജില്ലകളിലെ ഈ 11 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റിയേ തീരൂ എന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിലുള്ളത്. സുനിൽ കനകോലു ഹൈക്കമാൻഡ് കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, 11ഓളം DCCകൾ ഇനാക്റ്റീവാണ്, നിർജീവമാണ്. ഇവരെ കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. ഇവരെ വച്ച് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പരാജയമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ DCCകളെ സമൂലം അഴിച്ചു പണിയണം. സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും കയ്യിലിരിപ്പുണ്ട്. കേരളത്തിൽ നിന്നും ഡൽഹിയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെ അവർ ഈ റിപ്പോർട്ട് കാണിക്കുകയും ചെയ്തു. നിങ്ങൾ പറയും പോലെയല്ല, ഈ DCCകൾ മുഴുവൻ പുനഃസംഘടിപ്പിച്ചില്ലെങ്കിൽ, പുതിയ ആളുകളെ കൊണ്ടുവന്ന് വച്ചില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പുകയാവും. ഹൈക്കമാൻഡിന് ഇത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ DCC പ്രസിഡന്റുമാരെ എങ്ങനെ മാറ്റും? കോൺഗ്രസിലെ എല്ലാ DCC പ്രസിഡന്റുമാരും ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിൻ്റെ സ്വന്തം അടുത്ത ആളുകളാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവരെ മാറ്റുക വയ്യ. ഇപ്പോഴാകട്ടെ KC വേണുഗോപാലാണ് എല്ലാം തീരുമാനിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ വാക്ക് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമാണ്. ഇപ്പോൾ ഇരിക്കുന്ന പല DCC അധ്യക്ഷന്മാരും KC വേണുഗോപാലുമായി നല്ല അടുപ്പമുള്ളവരുമാണ്. അതുകൊണ്ട് ആരെ എങ്ങനെ എപ്പോൾ മാറ്റും, ഇതാണ് കോൺഗ്രസ് നേരിടുന്ന വിഷയം. ഈ DCC അധ്യക്ഷന്മാരെ മാറ്റിയില്ല എങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റായിരിക്കുന്നത് പാലോട് രവിയാണ്. അവിടെ ഒരു പ്രകടനം പോലും സെക്രട്ടേറിയറ്റിലേക്ക് നടത്താൻ കേരളത്തെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. ഒരു പ്രകടനം പോലും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം, ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ DCC തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ പാലോട് രവിക്ക് അത് കഴിയുന്നില്ല എന്നാണ് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കൊല്ലം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും DCC പ്രസിഡന്റുമാരുടെ പേരുകൾ പോലും പലർക്കും അറിയില്ല. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവരെ പൂർണ്ണമായി മാറ്റി പുതിയൊരു കമ്മിറ്റി വരേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. അത് ജീവവായുവാണ്. പക്ഷേ ആരെ എപ്പോൾ എങ്ങനെ മാറ്റും, ഇതാണ് പ്രശ്നം. അപ്പോൾ DCC പുനഃസംഘടന വരുമ്പോൾ, DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ, അതിനുശേഷം DCC ഭാരവാഹികൾ നിർണ്ണയിക്കുമ്പോഴെല്ലാം വലിയ തോതിലുള്ള തമ്മിലടിയും കലാപവും കോൺഗ്രസിൽ അരങ്ങേറുമെന്നാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഴിച്ചുപണി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഴിച്ചുപണി എന്ന് കോൺഗ്രസിലെ അഴിച്ചുപണി അല്ലെങ്കിൽ കോൺഗ്രസിലെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലി തീർക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അത് തീരാൻ കാലങ്ങളെടുക്കും. 10 മാസമേ തിരഞ്ഞെടുപ്പിനുള്ളൂ എന്നുള്ളതുകൊണ്ടിരിക്കെ 10 മാസത്തിനുള്ളിൽ 2 തിരഞ്ഞെടുപ്പുകളെ പാർട്ടി അഭിമുഖീകരിക്കണമെന്നിരിക്കെ DCCയിൽ അഴിച്ചുപണി നടത്താൻ ആര് ധൈര്യം കാട്ടും? പൂച്ചയ്ക്ക് ആര് മണികെട്ടും? സണ്ണി ജോസഫിന് അത് സാധിക്കുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.